എല്ലാവരിലും ഒരു കള്ളനുണ്ടെന്നാണല്ലോ. ഞാനും ഒരു തരക്കേടില്ലാത്ത കള്ളനാണെന്നാണ്. പിന്നെ ഒരാളുകളുടെ മിടുക്ക് അത് എത്രമാത്രം കവർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ പിടിക്കപ്പെടാത്ത ഒരു നല്ല കള്ളനാണ് ഞാൻ. അതുകൊണ്ട് വർഗസ്നേഹമാണ് കള്ളന്മാരോട്. കള്ളന്മാരോടുള്ളത് എനിക്ക് ഉള്ളത് ഒരു കൗതുകമാണ്. ഞാനെപ്പോഴും ചില തിരക്കഥയും ഒക്കെ ആയിട്ട് ചില സംവിധായകർ വരും, ഒരു പ്രൊഡ്യൂസറെയും സംഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഈ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടോ ലാൽ ജോസിനോടൊന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ തലയിലൊരു ബാധ്യതയായിട്ട് വരും. ഈ കഥ ഭയങ്കര കുഴപ്പമായിരിക്കും. അപ്പം ഞാൻ ആ ഡയറക്ടറോട് പറയാറുള്ള ഒരു ഉദാഹരണം എന്താന്ന് വെച്ചാൽ, ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറിയിട്ട് പണം മോഷ്ടിക്കുന്നു, തെറ്റാണ്. പക്ഷെ അയാളുടെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്താ വെച്ചാൽ, അയാൾ മോഷ്ടിക്കുന്ന പൈസ അയാൾ ഉപയോഗിക്കും. അയാളുടെ ഭാര്യയ്ക്ക് സാരി മേടിക്കാൻ, മക്കൾക്ക് ഭക്ഷണം മേടിക്കാൻ, അല്ലെങ്കിൽ അയാളൊരു സ്കൂട്ടർ മേടിക്കാനൊക്കെ അയാൾ ആ പൈസ ഉപയോഗിക്കുക. അപ്പൊ അത് ജസ്റ്റിഫൈഡ് ആവുന്നത് അവിടെയാണ്. നീ ഇപ്പൊ ചെയ്യാൻ പോണത് ഒരാള് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പൈസ മേടിച്ചു കൊണ്ടുപോയിട്ട് നീ അത് ഉപയോഗിക്കാതെ കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കലക്കാൻ പോവാണ്. അയാൾക്ക് ഒരു ഗുണമില്ല, നിനക്കൊരു കരിയറിനൊരു ഗുണം ഉണ്ടാവില്ല. അങ്ങനെ പറയാറുണ്ട്. അപ്പം കള്ളന്മാരോട് തോന്നിയിട്ടുള്ള കൗതുകത്തിൽ നിന്ന് തന്നെയാണ് അതൊക്കെ അവരെ ചെറുതായിട്ടൊന്ന് ജസ്റ്റിഫൈ ചെയ്യാനൊക്കെ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒറ്റപ്പാലത്ത് കള്ളന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒറ്റപ്പാലത്ത് ഉണ്ടായിരുന്നൊരു കള്ളനായിരുന്നു ചാട്ടവാർ ചാമി. ചാട്ടവാർ ചാമി ഒറ്റപ്പാലത്ത് എന്ത് മോഷണം നടന്നാലും ചാട്ടവാർ ചാമീനെ പിടിച്ചുകൊണ്ട് പോയി ഇടിക്കും. ചാട്ടവാർ ചാമി അപ്പൊ തന്നെ കുറ്റം സമ്മതിക്കും. അപ്പൊ ചാട്ടവാർ ചാമി അങ്ങനെ ഒരു 40-45 വയസ്സായപ്പോ ഇടികൊണ്ട് ചത്തുപോയി, മരിച്ചുപോയി. അപ്പൊ അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഒറ്റപ്പാലത്ത് മോഷണങ്ങൾ നടന്നു. അപ്പൊ ചാമി ഏൽക്കാൻ ചാമിയില്ല. അങ്ങനെ പോലീസുകാർ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോ ചാട്ടാർ ചാമിയുടെ മകൻ ഉണ്ണി പാവം വിറകൊക്കെ വെട്ടി അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ണിയെ നോക്കിയപ്പോ പോലീസുകാരുടെ തലയുടെ മീതെ ഒരു ബൾബ് കത്തി. അങ്ങനെ അവനെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഉണ്ണി കള്ളനായി. ഉണ്ണിയെ നാട്ടുകാർ ചാട്ടവാർ ഉണ്ണി എന്ന് വിളിച്ചു. അപ്പൊ ഉണ്ണി നമ്മുടെ വീട്ടിലൊക്കെ വിറക് വെട്ടാനൊക്കെ വരും. അപ്പൊ ആകെ അപ്പൻ നമ്മ അടുത്ത് വിളിച്ചു പറയും, ആ ഉണ്ണി വിറക് വെട്ടാൻ വരുന്നുണ്ട്, ആ പുറത്തുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചോളാൻ പറയും. അത്രേ ഉള്ളൂ പ്രിക്കോഷൻ. അപ്പൊ അത്തരം ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മീശമാധവന്റെ പ്രചോദനം ശരിക്ക് ചാട്ടവാർ ഉണ്ണിയാണ്. ചാട്ടവാർ ഉണ്ണിയിൽ നിന്നാണ് മീശമാധവൻ നമ്മള് അതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഡയലോഗാണ്. പിന്നെ ചാട്ടവാർ ഉണ്ണിയുടെ ബോഡി ലാംഗ്വേജ് ആണ് ദിലീപ് അതിൽ ഉപയോഗിച്ചത്. ഈ തോർത്ത് പിഴിഞ്ഞ മാതിരിയൊക്കെ ഇങ്ങനെ നിൽക്കും. ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആധാരം തിരിച്ചു കൊടുക്കാൻ അമ്പലച്ചേട്ടൻ്റെ അവിടെ പോയിട്ട് തിരിച്ചു വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ, അത് ഉണ്ണിയുടെ നിപ്പാണ്. അങ്ങനെ കള്ളന്മാരെ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ. അപ്പൊ അതുകൊണ്ട് കള്ളന്മാരോടൊരു ഇഷ്ടമുണ്ട്. ഈ സിനിമയും കോലാഹലവും ഒരു കള്ളന്റെ കഥ തന്നെയാണ്. അതും എൻ്റെ നാട്ടിലെ ഒരു വരുന്ന ഒരു കള്ളന്റെ കഥയാണ്. അപ്പൊ നാച്ചുറലി ചിലപ്പോൾ അതായിരിക്കാം ഇതിനോടുള്ളൊരു ഹൃദയബന്ധം, ഈ സിനിമയോട് തോന്നിയ ഒരു ഹാർട്ട് കണക്ഷൻ എന്ന് പറയുന്നത് അതായിരിക്കാം. ഈ ഒറ്റപ്പാലത്തെ ഈ ദേശത്തിന്റെ ഈ ഊടും പാവും കൃത്യമായിട്ട് അറിയുന്ന ഒരു സംവിധായകൻ ഇത് മിസ്സാക്കി പോയല്ലോ, അങ്ങനെ തോന്നിയോ കണ്ടു കഴിഞ്ഞപ്പോ? അല്ല, അതാണ് ആദ്യം തോന്നിയ ഒരു നിരാശ. അതാണ് നമ്മള് ഒറ്റപ്പാലത്തിന്റെ കഥകളൊന്നും ഇനി പറയാൻ ബാക്കിയില്ല എന്ന് വിചാരിച്ചത്. ഒറ്റപ്പാലത്തെ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ സിനിമാറ്റിക് ആണെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ ഒന്നുമില്ല എന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് കോലാഹലം വരുന്നത്. അപ്പൊ ഇതും ഇപ്പൊ ന്യൂ ജനറേഷൻ ഒരു ഡയറക്ടറും റൈറ്ററും അവര് പുതിയ കാലഘട്ടത്തിന്റെ പുതിയ ചെറുപ്പക്കാരുടെ ഒരു കഥ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും സങ്കടമില്ലായിരുന്നു. ഇത് നമ്മളുടെ കാലത്തും നടക്കാൻ സാധ്യതയുള്ള ഒരു കഥ ഇവര് നമ്മളെ അറിയാതിരുന്ന ഒരു കഥ ഇവര് അടിച്ചു മാറ്റി. ഇതിലാ മൊബൈൽ ഫോൺ സീൻസ് മാറ്റി വെച്ചാ ഇത് നമുക്ക് എല്ലാ കാലത്തും ആപ്ലിക്കബിൾ ആണ്. എല്ലാ കാലത്തും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അതില് മൊബൈൽ ഫോണിൽ വിളിച്ച് പറയുന്നു എന്നുള്ളത് മാത്രമേ ഇതില് രതിപുഷ്പം റീലും അതൊഴികെ ബാക്കിയെല്ലാം. ഈ സിനിമയുടെ അകത്ത് ഭയങ്കര ഈ ശുദ്ധഹാസ്യം എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ കുറെ എലമെന്റ്സും കൂടി ഉണ്ട്. അതായത് ഇപ്പൊ ഈ
ബ്രസീൽ ഫാൻസ് എന്നൊക്കെ എഴുതിയ സ്പെല്ലിംഗ് FANCE ആണ്, FANS കൂടിയല്ല. അപ്പം അത്രയും മണ്ടന്മാരാണ് അവർ, അതായത് ആത്മാർത്ഥമായിട്ട് അവർ മണ്ടന്മാരാണെന്ന് കാണിക്കുന്ന ഒരുപാട് ഏരിയ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇപ്പോൾ ഈ എന്താ പറയുക രതിപുഷ്പത്തിൻ്റെ പേരിലുള്ള ചർച്ചകളൊക്കെ ശരി, അത് എല്ലാ കാലത്തും ഇങ്ങനത്തെ ഹ്യൂമർ വർക്കാവും, ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എഴുതുന്ന ഘട്ടത്തിൽ തന്നെ? ഈ റീൽസിന്റെ കുറച്ച് സംഗതികളൊക്കെ വന്നല്ലോ, അതൊക്കെ മേ ബി ചിലപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലായിരിക്കാം വർക്ക് ആവുക. ഇനി കുറെ മാങ്ങ കേൾക്കുന്ന പോലീസുകാരനൊക്കെ, മാങ്ങ കേൾക്കുന്ന പോലീസുകാരനൊക്കെ ഞങ്ങളിത് എഴുതുന്ന സമയത്ത് അത് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അതുകൊണ്ടാണ് അത് ചേർത്തത്. പക്ഷേ ഈ കാലഘട്ടം മാറുന്ന അനുസരിച്ചിട്ട് പിന്നെ സാറിന്റെ ഒക്കെ പടത്തിലൊക്കെ സാധനം മീശമ നേരത്തെ റഷീദ് പറഞ്ഞ മാതിരി അതൊക്കെ എല്ലാ കാലത്തും ഏത് സ്ഥലത്തിട്ടാലും ഫ്രഷാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ടെക്നോളജി ആയിട്ട് ചേർന്ന് നിൽക്കുന്ന റീൽസ് പോലത്തെ സാധനങ്ങളൊക്കെ ഇനി കുറെ കാലം കഴിഞ്ഞ് കാണുമ്പോൾ എത്രത്തോളം വർക്കാവുള്ളെന്ന് ഉണ്ട്. പക്ഷെ ഇപ്പൊ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ല, ഇത് ഒരു വേറൊരു ധർമ്മം കൂടി ഇത്തരം സീനുകൾ നിർവഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ക്ലാസ്മേറ്റ്സ് ചെയ്യുമ്പോൾ 90s ക്യാമ്പസാണ്. അപ്പോൾ 90s ഡ്രസ്സിങ് പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കാലത്ത് ഇറങ്ങിയ സിനിമകളാണ് കാണുക. അപ്പൊ ഞാൻ ആ കാലത്ത് കോളേജിൽ പോയ ഒരാളാണെങ്കിൽ എനിക്ക് ഓർമ്മയില്ല, അത്ര ഓർമ്മയില്ല പെൺകുട്ടികളുടെ ഒക്കെ ഡ്രസ്സ് എങ്ങനെയായിരുന്നു എന്നൊന്നും ഓർമ്മയില്ല. അപ്പൊ ആ കാലത്ത് ഇറങ്ങിയ സിനിമകളാണ് നമ്മൾ ആ കാലഘട്ടത്തിന്റെ റെഫറൻസ് ആയിട്ട് വെക്കുക. അപ്പോൾ ഈ കാലഘട്ടത്തിന്റെ ഒരു റെഫറൻസ് പിൽക്കാലത്ത് കുറെ വർഷങ്ങൾക്ക് ശേഷം വരുമ്പോ കോലാഹലം എടുത്ത് കണ്ടാൽ അറിയാൻ ഇവിടെ റീൽസ് ഉണ്ടായിരുന്നു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, റെഫറൻസ് മെറ്റീരിയലാണ് സിനിമ, ശരിക്ക് റെഫറൻസ് മെറ്റീരിയലും കൂടിയാണ്. ആ ഒരു കാലഘട്ടത്തിനെ അഡ്രസ്സ് ചെയ്യല്ല, ഒരു കാലഘട്ടത്തില് ഒരു സ്ഥലത്തിന്റെ ആ ജോഗ്രഫി, ആ സ്ഥലം എങ്ങനെയുണ്ട്. ഇപ്പൊ മറൈൻ ഡ്രൈവ് കൂടെ സത്യം മാഷ അനുഭവങ്ങൾ പാളിച്ചകളിലെ മറ്റൊരു ഷോട്ടുണ്ട്, നടന്നു വരുന്ന ഒരു ഷോട്ടുണ്ട്. ആ മറൈൻ ഡ്രൈവ്, അതായത് 72-ൽ ഈ മറൈൻ ഡ്രൈവ് എങ്ങനെയാ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ നമ്മൾ ആ സിനിമ ആണ് റെഫറൻസ് പോയിന്റ്. അപ്പൊ അതുപോലെ ഇതൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് പിൽക്കാലത്ത് വരും. ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് വല്ലാത്തൊരു ആരാധന തോന്നിയൊരു മൊമെന്റ് ഉണ്ട്. ഇപ്പൊ ഈ ക്ലാസ്മേറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കുക, അതിനകത്ത് നരയനെ കൊല്ലുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അവിടെ ആ സീൻ നരയന്റെ മുഖമില്ല, ശരീരത്തിലെ രൂപമാതൃക മാത്രമേ ഉള്ളൂ, അത് നരയനല്ല. അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചിട്ട് അവിടെ ഷൂട്ട് ചെയ്യിക്കായിരുന്നില്ലേ? അത്രയധികം ശ്രമം ഉണ്ടാക്കുന്ന ഒരു ടെക്നീഷ്യൻ, എങ്ങനെയാണ് അതിനുള്ളൊരു ഐഡിയ വന്നത്? ശരിക്കും അത് അധ്വാനമുള്ള ഒരു ഏരിയ അല്ലേ? എല്ലാ അധ്വാനമുള്ള ഈ സിനിമാ സംവിധാനം തന്നെ വലിയ അധ്വാനമാണ്, മാനസികവും എളുപ്പത്തിന് വേണമെങ്കിൽ നരയനെ അവിടെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ ആലോചിക്കുന്നത്. നരയന് റിയൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് അടിക്കുക. എന്നാൽ നരയന്റെ ഫ്രെയിമുള്ള ഹെയർ സ്റ്റൈലുള്ള ഒരാളാണ്, അയാളുടെ ഷാഡോ ആണ് കാണിക്കുന്നത്, സിലൗട്ടിലാണ് അയാളെ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ നരയനാവാമല്ല അല്ലാതിരിക്കാം എന്നുള്ളൊരു ആ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോ അപ്പൊ തന്നെ സിനിമ പൊളിഞ്ഞു പോകും, സസ്പെൻസ് പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് വേറെ ആളെ വെച്ചിട്ട് ആ പോർഷൻ ചെയ്തത്. ഇപ്പോഴും ആ ഫയർ ഉണ്ടോ? അതായത് ഒരു സീൻ കൊണ്ട് എത്ര വേണമെങ്കിൽ പുഷ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫയർ, അതായത് ഇപ്പൊ വിജയിച്ചൊരു സംവിധായകൻ എന്ന് പറയുമ്പോ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോഴും ആ എന്താ പറയാ ബാക്ക് ടു സ്ക്വയർ ഒന്നിന്ന് തുടങ്ങാനുള്ള ആ ഒരു ആവേശം ലാൽ ജോസിന് അതുപോലെ തന്നെ ഉണ്ടോ? ഞാൻ ഇനി ഒന്നിന്ന് തുടങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. അല്ല, സീരിയസ്ലി ഒരു സംവിധായകനായിട്ട് 27 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഒരു സെക്ഷൻ അവസാനിച്ചു, അത് കഴിഞ്ഞ് അവസാനിച്ചിട്ട് 3 വർഷമായി. ഇനി ഞാൻ തുടങ്ങുന്ന സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഫ്രഷ് സ്റ്റാർട്ടാണ്. എല്ലാ സിനിമയും ആദ്യത്തെ സിനിമയാണ്, അതാണ് എൻ്റെ ബേസിക് സാധനം. നിങ്ങൾ ഏത് സിനിമയും, ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ഓരോ സിനിമയും എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളൊരു കഥ വീണ്ടും ചെയ്തിട്ടില്ലല്ലോ. എല്ലാ കഥയും പുതിയതാണ്, എല്ലാ സന്ദർഭങ്ങളും പുതിയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത്രയും സിനിമ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആവാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ സ്ട്രെയിൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത സമയത്ത് ആ ഫയർ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് സിനിമ ചെയ്യാൻ കഴിയാണ്ടാവും. നിങ്ങൾക്ക് പ്രൊഡ്യൂസറും ഡേറ്റും ആർട്ടിസ്റ്റിന്റെ ഡേറ്റും തിരക്കഥയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫയർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഇത് ഭയങ്കര ടയറിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. ഇപ്പൊ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ 58 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം രാവിലെ 6 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്തിട്ട് രാവിലെ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് രാവിലെ ഏർലി മോർണിംഗിൽ ഡേ സീൻ ആരംഭിച്ചിട്ട്
10 മണിക്ക് ബ്രേക്ക് ചെയ്തിട്ട് എല്ലാവരും റൂമിൽ പോയി ടോയ്ലറ്റ് പോക്കും കുളിയും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത ദിവസം ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അങ്ങനെ 3 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം രാത്രി ഒരു 12 മണിയൊക്കെ കഴിയുമ്പോൾ ഞാനും രാജീവ് രവിയും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റും ബാക്കി അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ അവിടെ വീണ് പോയിട്ടുണ്ടാവും. അവരൊക്കെ യങ്സ്റ്റേഴ്സാണ്, നമ്മളെക്കാൾ ആവറേജ് ഒരു 25 വയസ്സ് പ്രായമുള്ളവരാണ് എല്ലാവരും. അവരൊക്കെ വീണ് കിടന്നുണ്ടാവും. നമ്മൾ പ്രായമുള്ള ആൾക്കാരാണ് അവിടെ വടി പോലെ നിൽക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ ഉള്ള ഫയർ നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? നമ്മളറിയില്ല ഈ 58 മണിക്കൂർ കണ്ടിന്യൂസ് ഷൂട്ടിങ്ങിൻ്റെ അവസാനം പോയി കിടന്നാൽ പിന്നെ ഒരു ഉറക്കം ഒരു 4-5 മണിക്കൂറാണ് പിന്നെ നമുക്ക് ഉറങ്ങാൻ കിട്ടുക. അടുത്ത ഷൂട്ടിങ്ങിന് വീണ്ടും പുറപ്പെടണം. ആ 6 മണിക്കൂറുള്ള ഉറക്കം എന്ന് പറയുന്നത് മരണമാണ്. കൊണ്ടുപോയി പുഴയിലിട്ടാൽ അങ്ങനെ കല്ലുപോലെ താണു, അങ്ങനെ മരിച്ചു കിടക്കുകയാണ് 6 മണിക്കൂർ. അപ്പം അത് സാധിക്കുന്നത് പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമായിട്ട് വന്നു. അയാൾ എന്തൊരു ഡെഡി, അയാൾ എന്നല്ല ലോകത്തെ എല്ലാ ഡയറക്ടേഴ്സിനും അങ്ങനെയാണ്. 95 വയസ്സിൽ ക്ലിന്റ് ഈസ്റ്റ്വുഡ് പുതിയ പടം ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. അയാളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് ആ ഫയറാണ്. ദാറ്റ്സ് ദ സീക്രട്ട്.